ദേശീയപാത കടന്നു പോകുന്ന ആ ഭാഗത്തിൻ്റെയും ചേർന്നുള്ള ഇടത്ത് ഈ വാഹനം കിടപ്പുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ കൃത്യമായി നമുക്ക് ലഭിക്കുന്നത്. പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, നദിയിൽ തീരത്ത് നിന്ന് 20 മീറ്റർ അകലെയായി ആ ട്രക്ക് കിടക്കുന്നു. അത് താഴേക്കുള്ള ദൂരമാണ്. തീരത്ത് നിന്ന് അത്രമാത്രം അകലെയായി ആ ട്രക്ക് കിടക്കുന്നുണ്ട്. ഇനി അത് കരയ്ക്കടുപ്പിക്കുന്നതിനായി നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരെ അടക്കം അവിടേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. AK അഭിലാഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. AK അഭിലാഷ്, ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ്? ഒരു ഡീപ് ഡ്രഡ്ജിംഗ് നടത്തുന്നതിനാവശ്യമായ സംവിധാനങ്ങളൊക്കെ അവിടെയുണ്ടോ? കേൾക്കുന്നില്ല, ഒന്നുകൂടി ചോദ്യം. അഭിലാഷ്, അവിടെ ഇപ്പോൾ മഴയുണ്ടോ? അവിടെ ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കം നടക്കുന്നത് നമുക്ക് കാണാം. മറ്റെന്തൊക്കെ സംവിധാനങ്ങളാണ് ഇനി ഒരുക്കുക? കാരണം ട്രക്കിന്റെ പൊസിഷൻ കിട്ടിയല്ലോ. തീർച്ചയായിട്ടും മഴയുണ്ട്, കനത്ത മഴയാണ്, ഒപ്പം ശക്തമായ കാറ്റുമുണ്ട്. ഒരുപക്ഷെ നേരത്തെ ഈ അപകടമുണ്ടായതിന് സമാനമായ ഒരു കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യം. അതായത് ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയും കാറ്റും ഉള്ള സ്ഥിതിയാണ്. പേമാരി തന്നെയാണ് എന്ന് പറയാവുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉള്ളത്. ഏതായാലും ഇപ്പോഴും മണ്ണ് നീക്കുന്നുണ്ട്. അതായത് എക്സ്കവേറ്റർ ഉപയോഗിച്ച് താഴോട്ട് പരമാവധി. ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ അവിടെ കനത്ത മഴയാണ്. അതിനിടയിലും ആ ദൃശ്യങ്ങൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് എത്തിക്കുകയാണ്. അവിടെ നിന്നുള്ള തെരച്ചിൽ നടക്കുന്ന ഭാഗത്തെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആ പുഴയിൽ നിങ്ങൾക്ക് കാണാം, ആ മല ഇടിഞ്ഞു വന്ന ഭാഗത്തിന് നേരെ എതിർഭാഗത്തായി രൂപപ്പെട്ടിരിക്കുന്ന മൺകൂനയിലാണ് ഇപ്പോൾ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം JCBകളും അവിടെ നിന്ന് മണ്ണ് നീക്കുന്നുണ്ട്. താഴേക്ക് കുറച്ചുകൂടി ഇറങ്ങി ആഴത്തിലുള്ള ഒരു ഡ്രഡ്ജിംഗ് ആണ് അവിടെ നടത്താൻ പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ്, ആ തെരച്ചിലിന്റെ ഡ്രോൺ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ നിന്നുള്ള ഏറ്റവും ഒടുവിലെടുത്ത ദൃശ്യങ്ങളാണിത്. ഇപ്പോൾ കനത്ത മഴ പെയ്യുകയാണ്. അതിന് തൊട്ട് മുൻപെടുത്ത ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സിഗ്നൽ ലഭിച്ച ഭാഗത്ത് നദിയിൽ ഈ ട്രക്കുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. 2 സിഗ്നലുകളും കരസേനയുടെയും അതുപോലെ തന്നെ നാവികസേനയുടെയും സിഗ്നലുകൾ കാണിച്ച ഇടത്ത് ട്രക്ക് കിടക്കുന്നു എന്നതാണ് ഇപ്പോൾ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം സതീഷ് സെയിൽ MLAയും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു. തീരത്ത് നിന്ന് 20 മുതൽ 30 മീറ്റർ വരെ അകലെയാണ് ഈ ട്രക്ക് കിടക്കുന്നത്. തീരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് പോകുന്ന ഇടത്ത് നിന്ന് താഴേക്കായി മണ്ണ് കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഇടത്ത് 20-30 മീറ്റർ താഴേക്ക് ചെല്ലുമ്പോൾ അവിടെയായി ആ ട്രക്ക് കിടക്കുന്നുണ്ട് എന്നതാണ് ഈ 9ാമത്തെ ദിവസം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ സംവിധാനങ്ങളൊക്കെ ഇന്നത്തെ ദിവസമാണ് ഈ എക്സ്കവേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മൾ അവിടെ കാണുന്നത്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ, ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുനെ കണ്ടെത്തുന്നതുവരെ, ആ ട്രക്ക് കണ്ടെത്തുന്നതുവരെ നമ്മൾ അതിനൊപ്പം തന്നെ നിൽക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഐബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇവിടെ നടക്കുന്നുണ്ട്. പുഴയ്ക്കടിയിലുള്ള തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. AK അഭിലാഷ്, നമുക്ക് അവിടെ നിന്ന് സ്പോട്ടിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ ഈ യന്ത്രക്കൈ ഉപയോഗിച്ചുള്ള പരിശോധന തന്നെയാണ് ഇപ്പോൾ തുടരുകയും ചെയ്യുന്നത്. കാരണം ഈ ഭൂമി എക്സ്കവേറ്റർ ഉപയോഗിച്ച് പരമാവധി ആഴത്തിലേക്ക് തപ്പാനുള്ള ശ്രമമാണ്. കാരണം 20 മീറ്റർ അടിയിലേക്കാണ് ഇപ്പോൾ ഈ വാഹനം ചെക്ക് നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഒരു പക്ഷേ ഈ റോഡിന്റെ നിരപ്പിൽ നിന്നായിരിക്കും അത്ര 20 മീറ്റർ താഴ്ചയിലേക്ക്. അതായത് ഈ ഭൂമി എക്സ്കവേറ്ററിന് പരമാവധി എത്താൻ കഴിയുന്ന ദൂരമാണ് 20 മീറ്റർ എന്നുള്ളത്. ആ തലത്തിലേക്ക് എത്തണമെങ്കിൽ, അവിടെ ഉള്ള പരിശോധന നടത്തണമെങ്കിൽ ഒരു പക്ഷേ ഈ എക്സ്കവേറ്റർ ഇനി ഒരു പക്ഷേ കുറച്ചുകൂടി താഴത്തേക്ക് കൊണ്ടുവരേണ്ടി വരും. അതിനൊരു മണ്ണൊരുക്കേണ്ടി വെർത്തൊരുക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനു മുമ്പായി തന്നെ ഇപ്പോൾ ഒരു പക്ഷേ ഈ എക്സ്കവേറ്റർ ഇനി ഒരു പക്ഷേ കുറച്ചുകൂടി താഴത്തേക്ക് കൊണ്ടുവരേണ്ടി വരും. അതിനൊരു മണ്ണൊരുക്കേണ്ടി വെർത്തൊരുക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനു മുമ്പായി തന്നെ ഇപ്പോൾ അത് പരമാവധി എത്താവുന്ന ദൂരത്തിലുള്ള ഒരു പരിശോധന ഇപ്പോൾ നടത്തുന്നുണ്ട്. വിവിധ മേഖലകളിൽ അത് പരമാവധി താഴ്ത്തിക്കൊണ്ട് തന്നെ ഈ നദിക്ക് അടിയിലേക്കുള്ള ഒരു പരിശോധനയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഏതായാലും മഴ ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അതൊന്നും പരിഗണിക്കാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള നിരീക്ഷണം നടക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ NDRFൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ കൃത്യമായി സ്ഥലം സ്പോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്ത് വേണം പരിശോധന നടത്താൻ, ഈ ഭാഗത്ത് വേണം ആഴത്തിലൊന്ന് പരിശോധിക്കാൻ എന്നുള്ള നിർദ്ദേശം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓപ്പറേറ്റർ ഈ എക്സ്കവേറ്ററിൻ്റെ യന്ത്രക്കൈകൾ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത്. ഏതാണ്ട് നേരത്തെ സൂചിപ്പിച്ച അതേ സ്ഥലത്ത് ഏതാണ്ട് ആ 10 മീറ്റർ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടുമുള്ള ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് വ്യക്തമായി കാണാം. നേവിയുടെ ഡീപ് ഡൈവേഴ്സ് പരിശോധന നടത്താൻ പോകുന്നത്, ഈ ട്രക്ക് കരയ്ക്കടുപ്പിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്താൻ പോകുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഭാഗത്താണ്. JCBകൾ ഒക്കെ നിർത്തിയിട്ടിരിക്കുന്ന ഭാഗത്താണ്. അതിന് തൊട്ട് താഴെയായിട്ടാണ് ഇപ്പോൾ അവർ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന സ്പോട്ടുള്ളത്. അവിടെയാണ് ഇനിയിപ്പോൾ തെരച്ചിൽ നടക്കുക. എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മുകളിലേക്ക് തൂത്തെടുക്കുന്നത് നമുക്ക് കാണാം. അതിനോടൊപ്പം തന്നെ നദിയുടെ അടിത്തട്ടിൽ ആ മണ്ണിനോട് ചേർന്ന് ആ ട്രക്ക് കിടക്കുന്നത് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കർണാടക റവന്യൂ മന്ത്രി.
അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഇത് മഴയ്ക്ക് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങളാണ്. അഭിലാഷ്, ഇപ്പോഴും മഴ പെയ്യുകയാണോ? എക്സ്കവേറ്റർ ഇപ്പോൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഇടവേളകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു അരമണിക്കൂർ നേരമായി മഴ ഇടവേളകളില്ലാതെ തന്നെ പെയ്യുകയാണ്. ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റ് കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രതിസന്ധിയായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പക്ഷേ ഇപ്പോൾ ഒരു അരമണിക്കൂർ നേരമായി മഴ ഇടവേളകളില്ലാതെ തന്നെ പെയ്യുകയാണ്. ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റ് കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രതിസന്ധിയായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ എക്സ്കവേറ്റർ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്ത് മണ്ണിടിച്ചിലിനൊക്കെയുള്ള സാധ്യത കൂടിയൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും പരിഗണിക്കാതെ തന്നെയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത്. പ്രധാനമായും ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ വാഹനം ട്രക്ക് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ സോണാർ പരിശോധനയിലടക്കം ഈ ട്രക്കിന്റെ പൊസിഷൻ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വാഹനത്തിന്റെ അടുത്തേക്ക് എത്തി ആ വാഹനം പുറത്തെത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് പരമാവധി ഇന്ന് തന്നെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ പലരും പങ്കുവയ്ക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയും തെരച്ചിലും തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പരമാവധി ആഴത്തിലേക്ക് ഈ പരിശോധന ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ 20 മീറ്റർ മാത്രമാണ് യന്ത്രക്കൈയുടെ നീളം. അതുകൊണ്ട് തന്നെ 20 മീറ്റർ ആഴത്തിൽ തന്നെയാണ് ഈ ട്രക്ക് ഉള്ളത് എന്ന് കൂടി പറയുമ്പോൾ ഒരുപക്ഷെ അതിലെത്തിപ്പെടാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആഴ്ചയിലേക്ക് ഇത് ഇറക്കി വെക്കാനുള്ള ഒരു ശ്രമം, ബെഡ് ഒരുക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടന്നിരുന്നു. അതായത് ഹിറ്റാച്ചി ഉപയോഗിച്ച മണ്ണൊക്കെ നീക്കി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് ഇവിടെ പരിശോധന നടത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ പരമാവധി താഴ്ചയിലേക്ക് തന്നെ ഈ പരിശോധന നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അതോടൊപ്പം തത്സമയ ദൃശ്യങ്ങൾ ഓൺലി ഓൺ റിപ്പോർട്ടാണ്. നമ്മൾ അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങൾ, നമുക്ക് ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്, തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗത്തെ മുഴുവൻ ലെവലപ്പ് ചെയ്യുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം, പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബൂം എക്സ്കവേറ്റർ ഒരു ഭാഗത്ത് പ്രവർത്തിപ്പിക്കുന്നുണ്ട്, മറുഭാഗത്ത് കരയൊരുക്കുന്നുണ്ട്. ട്രക്ക് മുകളിലേക്ക് എത്തിക്കുന്നതിനായി, വലിച്ച് കരയ്ക്കടുപ്പിക്കുന്നതിനായി എക്സ്കവേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ആവശ്യമായി വരും. ഡീപ് ഡൈവേഴ്സ് ഇപ്പോൾ ഗംഗാവാലി നദിക്കടിയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലൊക്കേഷൻ കൃത്യമായി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ട്രക്ക് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇടയ്ക്കിടെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ക്യാമറകൾക്കും ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കാതെ പോകുന്നത്. ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭ്യമായിരിക്കുന്ന ദൃശ്യം നോക്കൂ. തത്സമയ ദൃശ്യങ്ങളിൽ എക്സ്കവേറ്റർ കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു. കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി അവിടെ നിന്നുള്ള പുഴയിൽ ഈ ട്രക്ക് ഒരുപക്ഷെ മണ്ണിന് താഴെയായിരിക്കാം കിടക്കുന്നുണ്ടാവുക. നേരത്തെ അതുവഴി ആ കരയോട് അടുപ്പിച്ച് തന്നെയാണ് ഈ ബോട്ടുകളൊക്കെ പോകുന്നത്. അപ്പോൾ ആ ബോട്ടൊക്കെ പോകുന്ന ആ വെള്ളം ഒഴുകുന്നതൊക്കെ ഈ ട്രക്കിന് മുകളിലൂടെയാണ്. നദിയുടെ അടിത്തട്ടിലാകാം ഈ ട്രക്ക് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നുള്ള മണ്ണ് കോരി മാറ്റണം. ആ ചെളിമണ്ണ് കോരി മാറ്റിയാലേ താഴെ നിന്ന് ആ ട്രക്ക് പതിയെ ഉയർത്താൻ കഴിയുകയുള്ളൂ. അതിനുള്ള ശ്രമങ്ങളാണ് അവിടെ നടത്തുന്നത്. എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ആകാശ ദൃശ്യങ്ങൾ. അവിടെ നിന്നുള്ള മണ്ണ് മാറ്റി ചാലൊരുക്കണം. ചാലൊരുക്കിയാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ആ വാഹനം മുകളിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. മണ്ണും പാറയും ചെളിയും എല്ലാം ചേർന്നാണ് പതിച്ചത്. ഇപ്പോൾ നോക്കൂ, ആ ലോങ് ബൂം എക്സ്കവേറ്ററിന്റെ ബൂം പരമാവധി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. 60 അടിയിൽ ഏറെക്കുറെ 56 അടിയും നീട്ടിയിരിക്കുന്നു. അവിടെ നിന്നുള്ള മണ്ണ്, അതായത് ചെളി, അത് മുകളിലേക്ക് കോരി മാറ്റുകയാണ്. ആ ചെളിക്കടിയിലാകാം ഈ വാഹനം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മാറ്റിയാൽ മാത്രമേ അവിടേക്ക് മുങ്ങൽ വിദഗ്ധർക്ക് എത്താൻ കഴിയുകയുള്ളൂ. മുങ്ങൽ വിദഗ്ധരെ ആ ട്രക്കിനടുത്തേക്ക് എത്തിക്കുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. അതിനായി ചെളി കോരി മാറ്റുകയാണ്. നോക്കൂ, അവിടുത്തെ വെള്ളത്തിന്റെ നിറം മാറി വരുന്നുണ്ട്. അവിടെ നിന്നുള്ള ചെളി മാറ്റുന്നതിനനുസരിച്ച് വെള്ളത്തിന്റെ നിറം മാറി വരികയാണ്. ഗംഗാവാലി നദി ഒഴുകുന്ന ആ പുഴക്കരയിൽ നദിയുടെ അടിത്തട്ടിലേക്കാണോ ആ ട്രക്ക് അടിഞ്ഞു കിടക്കുന്നത്, അത് കണ്ടെത്തുന്നതിനായിട്ടുള്ള ശ്രമമാണ് അവിടെ തുടരുന്നത്. ട്രക്കാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ട്രക്ക് അവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കർണാടക സർക്കാർ ഔദ്യോഗികമായി അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.